ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഷാലോമിൽ വരുന്നതാണ്. എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വയറുവേദന വന്നിരുന്നു. അപ്പോൾ വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ PCOD ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 സ്റ്റേജിലാണ്. അപ്പോൾ അതിന് മെഡിസിൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കൊളസ്ട്രോൾ ഉണ്ട്. അത് കൂടാതെ ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദറിനോട് ഇത്രയും അസുഖങ്ങളെല്ലാം ഒരുമിച്ച് എനിക്ക് ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ അസുഖങ്ങളാണ് അവർ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല, അതൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇതിനൊന്നും തന്നെ പിന്നീട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടും ഇല്ല. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. PCOD ഉണ്ടായിരുന്ന സമയത്ത് PCOD ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കിട്ടാനുള്ള ചാൻസ് കുറവായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റൽ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ടെസ്റ്റൊക്കെ എഴുതി തരാം, അപ്പോൾ അത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വിടാമെന്ന് പറഞ്ഞിരുന്നു. അതും ബ്രദറിനോട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അതും ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ സാന്ത്വനം കൺവെൻഷൻ ആ സമയത്തായിരുന്നു പുത്തരിക്കണ്ടത്ത്. അവിടെ പോയി ആ സമയത്ത് ബ്രദർ എൻ്റെ തലയത്തോട്ട് പ്രാർത്ഥിച്ചു. ഞാൻ നിലത്ത് വീണു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അത് പ്രഗ്നൻ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഷാലോമിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞിരുന്നു പ്രഗ്നൻ്റ് ആണെങ്കിലും ഡെലിവറി ടൈം അടുക്കുന്നവരെയും ആഴ്ചയിൽ വരണം, ആരാധനയ്ക്ക് പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വന്നു. ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് നല്ലത് കുറഞ്ഞു പോയിരുന്നു. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വന്നു. അപ്പോൾ ഡോക്ടറൊക്കെ സിസ്റ്റേഴ്സ് അവിടുത്തെ പറഞ്ഞത് കൗണ്ട് ഇങ്ങനെ കുറയാൻ പാടില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ SCTയിൽ വിടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കൗണ്ട് നോർമലായി. പിന്നെയും ഞാൻ പ്രെയർ ലൈനിൽ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് ആ സമയം മുഴുവനും. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു. വെയിറ്റ് കുറഞ്ഞ് ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ ഓരോ അസുഖങ്ങളായിട്ട് അവർ SCTയിൽ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോഴും ഞാൻ ഷാലോം പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ പറഞ്ഞിരുന്നു ഒരു അസുഖവും ഇല്ലാതെ കുഞ്ഞുമായിട്ട് എനിക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുവാണെങ്കിൽ എത്തിയതിന് ശേഷം ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് തന്നെ ഷാലോമിൽ സാക്ഷ്യം പറഞ്ഞിരിക്കാമെന്ന് നേർന്നിരുന്നു. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ ഹസ്ബൻഡിൻ്റെ വീടിനൊരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണ് അടച്ചു തീരാനും പുതിയൊരു ലോൺ എടുത്ത് ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ ഷെയർ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പുതിയ ലോണും ആവശ്യമായിരുന്നു. ആ ലോൺ അടച്ച് തീർത്ത് പുതിയൊരു ലോൺ എടുക്കാനായിട്ട് ഞാൻ ബ്രദറിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് നടക്കുവാണെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞിരിക്കാമെന്നും പറഞ്ഞിരുന്നു. അത് നടന്നു. ഞാൻ ആ ലോണ് അടച്ചു തീർത്തു, പുതിയൊരു ലോണും എടുക്കാൻ പറ്റി. എന്താവശ്യം വന്നാലും ഞാൻ ഷാലോമിലെ പ്രെയർ ലൈനിൽ വിളിച്ച് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. പ്രാർത്ഥനാ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിരന്തരം ഉപയോഗിക്കുന്നതുമാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് സൗഖ്യം തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദറിനും ഷാലോമിലെ പ്രെയർ ലൈനിൽ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് എത്തും. ഹല്ലേലൂയ. ശരീരത്തിൽ എന്തൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ടോ അതെല്ലാം തകരാറ് പറ്റിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പ്രിയ സിസ്റ്റർ. അവരാഗ്രഹിച്ചൊരു തലമുറയ്ക്കായി, പക്ഷേ തലമുറയെ ലഭിക്കുവാൻ സഹായിക്കുന്നതായിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മെൻസ്ട്രേഷൻ നടക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പീരിയഡ് സൈക്കിള് നടക്കുക, അവിടെയും ബുദ്ധിമുട്ട്. അങ്ങനെ ശരീരം മൊത്തം ഒരു തകരാറ് പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവസന്നിധിയിൽ തൻ്റെ വിഷയത്തെ നിരത്തിവെച്ചു. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് തൻ്റെ ഭാരത്തെ നൽകി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം, ദൈവസഭ എന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ടിരിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കാനുള്ളൊരിടമാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വചനപ്രകാരം അല്പവിശ്വാസികൾ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. മറിച്ച് നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ നീ ഇറക്കി വെക്കുവാൻ മനസ്സ് കാണിക്കുക. എങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്നത്? ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് സന്തോഷിക്കുക. അതാ ഭാരത്തെ ഇറക്കി വെക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ മനസ്സിൽ കൊണ്ട് നടക്കാതെ നിന്റെ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് വിശ്വാസത്തോടെ സന്തോഷത്തോടെ എൻ്റെ ദൈവം എനിക്കൊരു വിടുതൽ നൽകുന്ന ഉറപ്പോടെ കാത്തിരിക്കുക. ഇതാ ഭാരത്തെ ഇറക്കി വെക്കുക എന്ന് പറയുന്നത്. സിസ്റ്ററും തനിക്ക് എല്ലാ ഹോർമോൺസും പ്രോബ്ലം ആയിരുന്നപ്പോഴും അതെല്ലാം ദൈവകരങ്ങളിലേക്ക് നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, ഭാരം ഇറക്കി വെക്കുമ്പോൾ കർത്താവ് വീണ്ടും നീ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ് തിരികെ തന്നുവിടുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. നീ ചില ഭാരങ്ങൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ടുണ്ടോ, നീ തിരിച്ചു കടന്നു പോകുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഹല്ലേലൂയ.
അവൻ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം നൽകി. ഡെലിവറി സമയത്ത് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും ദൈവം അവിടെയും വിശ്വസ്തനായി കൂടെ ഇരുന്നു. കാരണം യാചിക്കുന്നവന് ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അന്വേഷിക്കുന്നവൻ അത്ഭുതത്തെ കണ്ടെത്തും. മുട്ടുന്നവന് ദൈവം അത്ഭുതങ്ങളെ തുറന്നു നൽകും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കുടുംബം ഈ അനുഭവ സാക്ഷ്യമായി നിൽക്കുമ്പോൾ ഈ കുടുംബം മാത്രമല്ല നമുക്കും ഈ ഒരു അനുഭവ സാക്ഷ്യം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ.